ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. FC ബാഴ്സലോണ ഇപ്പോൾ യുവ സൂപ്പർ താരമായ ലാമിൻ യമാലിന്റെ അഭാവത്തിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ലാമിൻ യമാൽ ഇപ്പോൾ പരിക്കിന്റെ പിടിയിലാണ്. അവസാനമായി കളിച്ച 4 മത്സരങ്ങളിലും അദ്ദേഹം പങ്കെടുത്തിട്ടില്ല. പക്ഷേ മികച്ച പ്രകടനം ബാഴ്സലോണ നടത്തുന്നുണ്ട്. 4 മത്സരങ്ങളിലും വിജയിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. 14 ഗോളുകൾ അവർ നേടിയിട്ടുണ്ട്. യമാലിന്റെ അഭാവത്തിലും ഒരുപാട് ഗോളുകൾ നേടാൻ അവർക്ക് കഴിയുന്നു. 3 ഗോളുകൾ മാത്രമാണ് കൺസീഡ് ചെയ്തിട്ടുള്ളത്. 2 അവേ വിജയങ്ങൾ സ്വന്തമാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ യമാലിന്റെ അഭാവത്തിലും മികച്ച പ്രകടനം FC ബാഴ്സലോണ നടത്തുന്നു എന്നുള്ളതാണ്. എന്നിരുന്നാലും യുവ സൂപ്പർ താരം എന്ന് തിരിച്ചെത്തും എന്നുള്ളതാണ് ആരാധകർക്ക് അറിയേണ്ട കാര്യം. ഇനിയിപ്പോൾ ലാലിഗയിൽ റയൽ സോസിഡാഡിനെതിരെ ഒരു മത്സരം FC ബാഴ്സലോണ കളിക്കുന്നുണ്ട്. അത് സെപ്റ്റംബർ 28 ആ മത്സരത്തിലും യമാൽ ഉണ്ടാവില്ല എന്നാണ് റിപ്പോർട്ടുകൾ. പിന്നീട് ഒക്ടോബർ 1 ആരാധകർ കാത്തിരിക്കുന്ന ഒരു മത്സരമുണ്ട്. അതായത് കരുത്തരായ PSG-ക്കെതിരെ FC ബാഴ്സലോണ ഒരു ചാമ്പ്യൻസ് ലീഗ് മത്സരം കളിക്കുന്നു. ആ മത്സരത്തിൽ യമാൽ തിരിച്ചെത്തിയേക്കും എന്നാണ് സ്പോർട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് PSG-ക്കെതിരെ കളിക്കാൻ ലാമിൻ യമാൽ ഇപ്പോൾ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട്. ആ മത്സരത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി സാധ്യമായതെല്ലാം അദ്ദേഹം ചെയ്യുന്നു എന്നാണ് സ്പോർട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പരിക്കിൽ നിന്നും പൂർണ്ണ മുക്തനായിക്കൊണ്ട് സജ്ജനാവാനുള്ള ശ്രമങ്ങളാണ് യമാൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് സ്പോർട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മിക്കവാറും PSG-ക്കെതിരെയുള്ള ആ ഒരു ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ നമുക്ക് യമാലിനെ കാണാൻ കഴിഞ്ഞേക്കും. അത് തീർച്ചയായും ബാഴ്സയ്ക്ക് കരുത്ത് പകരുന്ന ഒരു കാര്യമായിരിക്കും. എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു മത്സരമാണ്. പ്രത്യേകിച്ച് ലൂയിസ് എൻറിക്കയുടെ PSG സമീപകാലത്ത് മികച്ച പ്രകടനം നടത്തുന്നു. മറുഭാഗത്ത് ഫ്ലിക്കിന്റെ ബാഴ്സലോണയും മികച്ച പ്രകടനം നടത്തുന്നു. അങ്ങനെ നിലവിൽ ഏറ്റവും മികച്ച രൂപത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന 2 ടീമുകൾ തമ്മിലുള്ള ഒരു മത്സരം വരുമ്പോൾ അത് തീപ്പാറും പോരാട്ടമായിരിക്കും എന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.